ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളത് വാർഡ്രോബ് ഓർഗനൈസേഷനിലുള്ള DIY സൈറ്റാണ്. വളരെ സിമ്പിളായിട്ട് ഒട്ടും ചിലവില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിനായിട്ട് വേണ്ടത് കാർഡ്ബോർഡ് ബോക്സാണ്. അപ്പോൾ ഞാനിതാ ഇതേപോലുള്ള ബോക്സാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഷൂ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടില്ലേ, ആ ബോക്സാട്ടോ എടുത്തിട്ടുള്ളത്. 2 ബോക്സാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ചില ബോക്സ് സെപ്പറേറ്റ് ആയിട്ടല്ലേ ഉണ്ടാവുക, ഇത് ഒരുമിച്ചായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റണേ. അപ്പോൾ 2 ബോക്സിൻ്റെയും ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ലേ, ആ പീസിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ലെയറും കൂടി ആയിട്ട് കാർഡ്ബോർഡ് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ 4 സൈഡിലുമായിട്ടും വെക്കണം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഒന്ന് തിക്കായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ 2 ബോക്സിലും ഇതേപോലെ തന്നെ സെയിം ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇതേപോലെ 4 വശത്തും വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 ബോക്സിലും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ സൈഡിൽ വരുന്ന ഭാഗമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മൾ 3 ബോക്സാണ് എടുക്കുന്നതെങ്കിൽ 3 ഇതേപോലെ തന്നെ സെയിം തന്നെ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇനി നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ. അപ്പോൾ നമ്മളിതൊന്ന് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ കവർ ചെയ്യാനായിട്ട് നമുക്ക് എന്താ വെച്ചാൽ, ക്ലോത്ത് എടുത്താൽ മതി കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ക്ലോത്ത് ഉണ്ടാവുമല്ലോ, ബെഡ്ഷീറ്റൊക്കെ പഴയതാകുമ്പോൾ അതോ അല്ലെങ്കിൽ കോട്ടൺ ഷാളുകൾ, അങ്ങനെ ഏതായാലും നമ്മുടെ കയ്യിലുള്ള ക്ലോത്ത്, കളർഫുൾ ക്ലോത്ത് ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെ ക്ലോത്ത് എടുക്കുക, എന്നിട്ട് ഇതൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. ക്ലോത്തിന് പകരമായിട്ട് ഇതേപോലുള്ള സ്റ്റിക്കർ ടൈപ്പ് ആയിട്ട് വരുന്ന ഷീറ്റുകളുണ്ടല്ലോ, അതുണ്ടെങ്കിൽ അതെടുത്താലും മതിയേ. അപ്പോൾ ഞാനതാട്ടോ ഒട്ടിച്ച് കാണിക്കുന്നത്. പിന്നെ ക്ലോത്ത് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഷീറ്റ് എല്ലാവരുടെ കയ്യിലുണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെ വെച്ച് ചെയ്യണമെങ്കിൽ ക്ലോത്ത് വെച്ചിട്ടല്ലേ ചെയ്യാം. അപ്പോൾ ക്ലോത്ത് വെച്ചിട്ടും ഇതേപോലെ തന്നെ ചെയ്യുക, അല്ലെങ്കിൽ ഇതേപോലുള്ള ഷീറ്റ് വെച്ചിട്ടും ഇതേപോലെ തന്നെ മൊത്തം കവർ ചെയ്തെടുക്കുക. എന്തായാലും മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, 2 ബോക്സും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ബോക്സിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, സൈഡ് ഭാഗം, ഈ സൈഡ് ഭാഗത്ത് 4 ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു ബോക്സിന് 4 ഹോൾസ്, അതേപോലെ 2 ബോക്സിനുമായിട്ട് 8 ഹോൾസ് ആട്ടോ വേണ്ടത്. അപ്പോൾ ഹോൾസ് ഇട്ടെടുക്കാനായിട്ട് ഞാൻ എന്താ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഹോൾസ് ഇട്ട് കൊടുക്കാൻ പറ്റുക അതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ, നമുക്കൊന്ന് റോപ്പ് വെച്ചിട്ട് ഇത് കെട്ടണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് 1 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് കേട്ടോ, ഈ ബോക്സിൻ്റെ ആ അറ്റത്ത് നിന്ന് 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ഇതാ ഇതേപോലെ കണ്ടല്ലോ, ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഹോൾസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, 2 ബോക്സ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, ഒരു ബോക്സിൻ്റെ ഒരു സൈഡിൽ മാത്രമായിട്ട് 4 ഹോൾസാണ് വേണ്ടത്. പിന്നെ മറ്റേ ബോക്സിൽ 8 എണ്ണം വേണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സൈഡ് 2 ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ 4 എണ്ണം, മറ്റേ സൈഡിൽ 4 എണ്ണം, അങ്ങനെ 8 ഹോൾസാണ് കേട്ടോ ഒരു ബോക്സിൻ്റെ ഉണ്ടാവുക. ഒരു ബോക്സിൻ്റെ ഒരു സൈഡിൽ മാത്രം 4 ഹോൾസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അത് മനസ്സിലാവും കേട്ടോ. ഇനി ഇതാ ഇതേപോലെ ഉള്ള റോപ്പ് വെച്ചിട്ട് നമ്മളിതൊന്ന് കെട്ടിക്കൊടുക്കാട്ടോ ചെയ്യുന്നത്. കെട്ടുന്നത് നിങ്ങൾക്ക് ഇതാ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് ഇതാ ഞാൻ ഇതേപോലെ ഒന്ന് എടുക്കുന്നുണ്ട്, താഴത്തുനിന്ന് മുകളിലേക്കായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നേരെ താഴെ നോക്കിയാൽ മനസ്സിലാവും കേട്ടോ, നേരെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴല്ലേ നമുക്ക് പറഞ്ഞതിലേക്കാട്ടും കൂടുതലായിട്ട് നമുക്ക് കാണുമ്പോഴാണ് മനസ്സിലായത്. കണ്ടോ, നേരെ താഴെ ഭാഗത്ത്, അതാണ് ഞാൻ പറഞ്ഞ ഒരു ബോക്സിൻ്റെ 2 സൈഡിലായിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം. കണ്ടല്ലോ, 2 സൈഡിൽ ഇതാണ് ഈ ഒരു ബോക്സിനാണ് 8 ഹോൾസ് വരുന്നത്, മറ്റേ ബോക്സിന് 4 ഹോൾസ്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ടത്. ഇനിതാ ഇതിൻ്റെ ഈ താഴെ ഭാഗം നമ്മളൊന്ന് കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒന്ന് കെട്ടിട്ട് കൊടുക്കാം. ഇനിതാ മറ്റേ ബോക്സില്ലേ, ആ ബോക്സിൻ്റെ ഹോൾസിലേക്കും ഈ റോപ്പ് ഇങ്ങനെ വലിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ വലിച്ചെടുക്കുക. എന്നിട്ട് താഴെ ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. ഈ കെട്ടിട്ട് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, 2 ബോക്സും കൂടി അടുപ്പിച്ച് വരാതിരിക്കുക, കുറച്ച് സ്പേസിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും എൻ്റെ താഴെ ഭാഗം കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുക, കണ്ടോ, ഇതേ ഒരു ഇതിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തന്നെ മറ്റേ സൈഡ് ഉണ്ടല്ലോ, മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം.
കണ്ടില്ലേ, ഇതേപോലെ തന്നെ കേട്ടോ. ഇനിതാ ഈ ഒരു ബോക്സിൻ്റെ ഒരു സൈഡിൽ തന്നെ 2 ഹോൾസ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ മറ്റേ ഭാഗത്തേക്കും ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ചെയ്യുമ്പോൾ ഇനി ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഈ റോപ്പ് വലിച്ചെടുക്കുമ്പോൾ ഫുള്ളായിട്ട് അങ്ങോട്ട് വലിക്കരുത് കേട്ടോ. അങ്ങനെ വലിച്ചിട്ട് താഴെ ഭാഗം ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. എന്നാൽ പിന്നെ അവിടെ അനങ്ങില്ലല്ലോ. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ചൊരു ഹാങ്ങിങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് കുറച്ച് റോപ്പ് അങ്ങനെ ലൂസാക്കി വെക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ വീഡിയോ ചില ഭാഗത്തൊക്കെ ഫാസ്റ്റായിട്ടാണോ കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സ്ലോ ആയിട്ട് കാണിക്കുമ്പം കാണുന്നവർക്കും ബോറടിക്കും, നമുക്ക് എഡിറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ വീഡിയോ നല്ല ലെങ്ത്തായി പോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സ്പീഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഈ കെട്ടാനൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഭാഗം കെട്ടിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡിൽ നമ്മൾ കെട്ടി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ബാക്ക് വശം കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. കണ്ടില്ലേ, ഹാങ്ങിങ് ചെയ്യാനായിട്ട് 2 സൈഡിലുണ്ട്. ഞാൻ കൈ കൊണ്ട് പിടിച്ചില്ലേ, അത് ഹാങ്ങിങ് ചെയ്യാനായിട്ട് 2 വശം അങ്ങനെ ഉണ്ട്. ബാക്കി 2 സൈഡ്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഹാങ്കർ ഉണ്ടെങ്കിൽ, ഇത് 2 സൈഡിൽ ഇങ്ങനെയുള്ള ഈ ഹാങ്കർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊളുത്തി കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് കൊളുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എവിടെയാണോ ഹാങ് ചെയ്ത് വെക്കേണ്ടത് അവിടെ ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മുടെ അലമാരിയിൽ ഏത് സ്പേസിലാണ് നമുക്ക് ഹാങ് ചെയ്തിട്ടുണ്ട് അവിടെ ഹാങ് ചെയ്ത് വെക്കാം. ഇനി ഹാങ്കർ ഇല്ലാതെ തന്നെ അവിടെ ഇങ്ങനെ നമുക്ക് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൊളുത്തിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ കൊളുത്തിട്ടാലും മതി. ഇനി നമുക്ക് എന്താണോ ഡ്രസ്സൊക്കെ ഒന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല നീറ്റായിട്ടാണ് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ നമ്മളിപ്പോൾ 2 ലെയറല്ലേ ചെയ്തത്, 3 ലെയറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ രാത്രിയായിട്ട് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് അലമാരിയിൽ വെച്ചപ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണുന്നില്ലല്ലോ. അപ്പോൾ ഞാനൊന്ന് പുറത്തും കൂടി വെച്ചിട്ട് കാണിക്കാം കേട്ടോ. നല്ലൊരു ഐഡിയ ആണ്. അതിന് ഫോം ബോർഡാണ് എടുത്തിട്ടുള്ളത്. ഫോം ബോർഡിന് പകരമായിട്ട് കാർഡ്ബോർഡ് ഷീറ്റും എടുക്കുക കേട്ടോ. അപ്പോൾ കാർഡ്ബോർഡ് ഷീറ്റ് എടുക്കുമ്പോൾ കട്ടിയുള്ള ഷീറ്റ് തന്നെ എടുക്കുക. കട്ടി കുറഞ്ഞതാണെങ്കിൽ 2 വെച്ച് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഫോം ബോർഡിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഫോം ബോർഡ് ഒരു പീസ് ഫോം ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ 2 ഷേപ്പിലൊന്ന് ആദ്യം വരച്ചെടുക്കുക. 2 ഷേപ്പിൽ വരച്ചിട്ട് 2 ഷേപ്പിൽ വരയ്ക്കുക. എന്നിട്ട് 2 സൈഡിലേക്കും 8 സെൻറ്റിമീറ്റർ ആട്ടോ ഞാൻ എടുക്കുന്നത്. 8 സെൻറ്റിമീറ്ററിൽ വിടുത്തിൽ അങ്ങനെ. പിന്നെ ലെങ്ത് എത്രയാണോ വേണ്ടത്, വിടുത്ത് എത്രയാണോ വേണ്ടത്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്തതെന്നത്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എത്ര ലെങ്ത് വേണം, വിടുത്ത് വേണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ഈ ഉൾഭാഗം ഉണ്ടല്ലോ, ഈ ഉൾഭാഗത്ത് നിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഇഞ്ച് വിട്ടിട്ട്, ഓരോ ഇഞ്ച് വിട്ടിട്ടാട്ടോ കട്ട് ചെയ്യുന്നത്. 1 ഇഞ്ച് വിട്ടിട്ട് കട്ട് ചെയ്യേണ്ട പീസും 1 ഇഞ്ച് തന്നെ കേട്ടോ. 1 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക. അതേപോലെ അതിൻ്റെ താഴത്ത് 1 ഇഞ്ച് സ്പേസ് കൊടുക്കുക. എന്നിട്ട് വീണ്ടും 1 ഇഞ്ച് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതും നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ക്ലിയർ ആവണമെന്നില്ലല്ലോ. അപ്പോൾ വീഡിയോ കൂടി കാണുമ്പോൾ വീഡിയോ നല്ല ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. നല്ല അടിപൊളിയൊരായിട്ടാട്ടോ അത്. നമ്മൾ 1 സെൻറ്റിമീറ്ററിൽ സ്ക്വയർ പോലെ വരച്ചില്ലായിരുന്നു, അത് ആ ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം അതുപോലെ 5 പീസ് ഇങ്ങനെ ഞാനങ്ങ് വരച്ചിട്ടുണ്ട്. ആ 5 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതാണ് അടിപൊളിയായിട്ടാണ് കേട്ടോ. ഇതില്ലേ നമ്മൾ ഷോള് അതേപോലെ ടവൽസൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ വലിയ ഷോളും ഒക്കെ ഹാങ് ചെയ്ത് വെക്കാം. ഞാൻ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ളത് കാണിക്കാം കേട്ടോ. പിന്നെ അതുപോലെ ടൈ ഒക്കെ ഉണ്ടല്ലോ, അത് വെക്കാം. അതേപോലെ നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാം. വലിയ ഷോളുകൾ വെച്ചിട്ട് ഒന്നും പൊട്ടിപ്പോകുന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ വെച്ചാൽ ഇനി കാർഡ്ബോർഡ് പീസ് കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ, കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് പീസാണ് എടുക്കുന്നതെങ്കിൽ 2 or 3 ലെയറായിട്ട് ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഈ ഐറ്റം അടിപൊളിയാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആട്ടത്. ഇനി അടുത്തത് നോക്കാം. ഇനിതാ ഈ ഷോപ്പിംഗ് ബാഗ് എല്ലാവരും വീട്ടിലുണ്ടാവല്ലോ. ഈ ബാഗ് വെച്ചിട്ട് ഒരു സ്റ്റോറേജ് ബോക്സ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഹാങ്ങിനുള്ള ഭാഗത്ത് നമ്മൾ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഒന്ന് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മടക്കിയ ഭാഗം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഉള്ളിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിൽ നമുക്കൊരു കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കണം കേട്ടോ. എന്താ വെച്ചാൽ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ 4 വശത്തും കാർഡ്ബോർഡ് പീസ് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് വലിയ ഷോപ്പിംഗ് ബാഗ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാത്തത്.
ചെറുതാണെങ്കിലും വലുതാണെങ്കിലൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ 4 വശത്തും വേണമെങ്കിൽ 4 സൈഡിലും വേണമെങ്കിൽ കാർഡ്ബോർഡ് പീസ് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഭാഗത്ത് മാത്രം മതിയെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. ഞാനിത് ഭാഗം മാത്രമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഞാനിത് കാർഡ്ബോർഡ് പീസിന് പകരമായിട്ട് ഫോം ബോർഡാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 4 വശത്ത് വേണമെങ്കിൽ 4 വശത്തും വെക്കാം. ഇനി ഇതാ ഞാനിത് ഗ്ലൂ ഗൺ വെച്ചിട്ട് ആ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഹാങ് ചെയ്യുന്ന സ്ഥലം നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയില്ല കേട്ടോ. ആ ഒരു ഹാങ്ങിങ് നമ്മൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുക. അത് വെച്ചെടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് വെച്ച് കൊടുത്താൽ അതുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കാനൊക്കെ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡായിട്ട് നമ്മളിത് ആദ്യം ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലൊന്ന് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചാൽ നല്ലപോലെ സ്റ്റിക്കായി കിട്ടിയിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഷോപ്പിംഗ് ബാഗ് എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ 2-3 ഷോപ്പിംഗ് ബാഗൊക്കെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജീൻസുകൾ അങ്ങനത്തെ പാൻസൊക്കെ ഇതിൽ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ള 3 ഐറ്റവും നമുക്ക് വീട്ടിൽ തന്നെ ഒരു ചിലവും ഇല്ലാതെ തന്നെ എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. നല്ല അടിപൊളി സ്റ്റോറേജ് ഐറ്റംസാണ്. ഇതേപോലുള്ള പല ഇതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 3 വെച്ച് നിർത്തിയത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക, അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പുതിയ വ്യൂവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.